ഹായ് ഫ്രണ്ട്സ്, ട്രൈംഫ് ജോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെല്ലാവരും കേക്കും അതുപോലുള്ള ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഈ പറയുന്ന ചോക്ലേറ്റ് എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ മനസ്സിൽ വന്ന ഉത്തരം തന്നെയാണ് കൊക്കോ എന്ന് പറയുന്ന ചെടിയിലെ കൊക്കോ പഴത്തിൽ നിന്നാണ്, അതിൻ്റെ കുരുവിൽ നിന്നാണ് ഈ ചോക്ലേറ്റൊക്കെ നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ ആ കൊക്കോയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, എൻ്റെ വീട്ടിൽ കൊക്കോ മരമുണ്ട്. അപ്പോൾ അതിലെ കൊക്കോ പഴത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നിങ്ങളോടൊപ്പം ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മുടെ കാഴ്ചകളിലേക്ക് പോകാം നമ്മുടെ വീഡിയോയിലേക്ക്. ആദ്യം തന്നെ പറയട്ടെ, കൊക്കോ എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെന്നോ അല്ലെങ്കിൽ അതിൻ്റെ വിത്ത് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതെന്നോ അതിനെക്കുറിച്ചൊന്നും അല്ല എന്ന് പറയുന്നത്. കൊക്കോ ചെടിയെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരി. ഈ കാണുന്നതാണ് ഈ കൊക്കോ ചെടിയിൽ ഉണ്ടാവുന്ന പൂവെന്ന് പറയുന്നത്. ഈ പൂവ് പിന്നീട് നമ്മൾ നേരത്തെ കണ്ട രീതിയിലുള്ള നല്ല അടിപൊളി കൊക്കോ പഴമായിട്ട് മാറുന്നുണ്ട്. ഇതാണ് ആ പൂവ്. ഇത്രയധികം പൂക്കൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊക്കോ പഴമായിട്ട് കിട്ടുന്നത് ഇതിൽ നിന്നും 2-3 കൊക്കോ മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. ബാക്കി പൂവെല്ലാം തനിയെ പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ കൊക്കോ മരത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് എന്തായാലും ഒന്ന് കണ്ട് മനസ്സിലാക്കിയാലോ. ദക്ഷിണ അമേരിക്കൻ മഴക്കാടുകളിൽ നിന്നുള്ള ഒരു നിത്യഹരിത വൃക്ഷമാണ് കൊക്കോ. ശാസ്ത്രീയ നാമം തിയോബ്രോമ കൊക്കോ. ചോക്ലേറ്റ് നിർമ്മിക്കുന്നതിനുള്ള പ്രധാന അസംസ്കൃത വസ്തുവാണ് കൊക്കോയുടെ കുരുക്കൾ. ഒരു വനവൃക്ഷം എന്ന നിലയിൽ നിന്ന് ലോകമെങ്ങും കൃഷി ചെയ്യപ്പെടുന്ന ഒരു വിളയായി ഇന്ന് ഇത് മാറിയിരിക്കുന്നു. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതീരമാണ് കൊക്കോയുടെ ഉത്ഭവസ്ഥാനം. ചോക്ലേറ്റിന്റെയും ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗത്തിലുള്ള വൻ വർധന മൂലം കൊക്കോയുടെ ആവശ്യകത വളരെ ഏറിയിട്ടുണ്ട്. ഈ സ്ഥിതി തരണം ചെയ്യുന്നതിന് കൂടുതൽ ഉൽപാദനക്ഷമതയുള്ള സങ്കരജാതി ചെടികൾ വളർത്തുവാൻ കൃഷിക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഒരു പാനീയ വിളയായി കൊക്കോ ആദ്യമായി കൃഷി ചെയ്തത് മായൻ എന്ന മെക്സിക്കൻ ആദിവാസി വിഭാഗമാണ്. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് മായൻ രാജാക്കന്മാർ കൊക്കോയുടെ കുരുവും വെള്ളവും മറ്റു ചില സുഗന്ധ വ്യഞ്ജനങ്ങളും ചേർത്ത് നിർമ്മിച്ചിരുന്ന ക്യൂട്സാൽ കൊയേറ്റേൽ എന്ന വിശിഷ്ട പാനീയം ഉപയോഗിച്ചിരുന്നു. കയ്പ് വെള്ളം എന്നർത്ഥം വരുന്ന സോക്കോളോറ്റാൽ എന്ന വാക്കായിരുന്നു ഈ പാനീയത്തിന് ഉപയോഗിച്ചിരുന്നത്. ഈ വാക്കിൽ നിന്നുമാകാം ചോക്ലേറ്റ് എന്ന വാക്കുണ്ടായതെന്ന് കരുതപ്പെടുന്നു. ശാസ്ത്രീയ നാമത്തിലെ തിയോബ്രോമ എന്ന വാക്കിന്റെ അർത്ഥം ദൈവങ്ങളുടെ ഭക്ഷണം എന്നാണ്. മായന്മാർ ഇതിനെ മെക്സിക്കോയിലെ ആസ്റ്റെക്കുകൾക്ക് പരിചയപ്പെടുത്തി. ആസ്റ്റെക് ഗോത്രക്കാർ കൊക്കോ കുരു നന്നായി പൊടിച്ച് പാനീയമുണ്ടാക്കി അതിൽ സുഗന്ധമുള്ള പുഷ്പങ്ങളും വാനിലയും കാട്ടുതേനും ചേർത്ത് ഉപയോഗിച്ചിരുന്നു. കൊളംബസിന്റെ യാത്രാ വിവരണത്തിൽ ഈ പാനീയത്തെക്കുറിച്ച് പരാമർശമുണ്ട്. അടിമത്ത വ്യവസ്ഥ നിലനിന്നിരുന്ന അക്കാലത്ത് ഒരു അടിമയ്ക്ക് 1000 കൊക്കോ കുരുവായിരുന്നു വിലയായി ലഭിച്ചിരുന്നത്. കൊക്കോ ചെടിയുടെ ചില്ലകളിൽ ഉണ്ടാവുന്ന കായ്കളാണ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഈ കായകൾക്കകത്തെ പൾപ്പിനുള്ളിലാണ് കൊക്കോ കുരുക്കൾ കാണപ്പെടുന്നത്. ഈ കുരുക്കളെ സംസ്കരിച്ച് അതിനെ കൈപ്പുരസം നീക്കം ചെയ്ത് ഉണക്കുന്നു, അല്ലെങ്കിൽ ആ കൈപ്പുരസം നിലനിർത്തിക്കൊണ്ട് തന്നെ ഉണക്കിയെടുക്കുന്നു. പ്രകൃതിയിൽ ലഭ്യമായ കൊക്കോ ചെടികളെ അവയിൽ ഉണ്ടാകുന്ന കായ്കളുടെ ഘടനയും സവിശേഷതകളും അനുസരിച്ച് 3ആയി തരംതിരിക്കാം: ക്രയലോ, ഫോറസ്റ്റീറോ, ട്രിനാറ്റീരിയോ.